ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധികളിലൂടെയാണ്. നീറ്റ് പരീക്ഷ വിവാദങ്ങളും CUT പരീക്ഷയിലെ സാങ്കേതിക തകരാറുകളും നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് അതിലും വലിയ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ബോർഡുകളിൽ ഒന്നായ CBSEയുടെ പരീക്ഷാ മൂല്യനിർണ്ണയ സംവിധാനത്തിൽ ഗുരുതരമായ വീഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും കൗതുകരമായ കാര്യം എന്താണെന്നോ, ഈ വൻ വീഴ്ചകൾ കണ്ടുപിടിച്ചത് വലിയ സൈബർ സുരക്ഷാ വിദഗ്ധരൊന്നുമല്ല, മറിച്ച് ഈ വർഷം 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ 18ഉം 19ഉം വയസ്സുള്ള കുറച്ച് വിദ്യാർത്ഥികളാണ്. എന്താണ് CBSEയുടെ പുതിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് പോർട്ടലിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾ ഈ വലിയ അഴിമതിയും സുരക്ഷാ വീഴ്ചയും പുറത്തു കൊണ്ടുവന്നത്? ഈ കഥ നടക്കുന്നത് വേദാന്ത് ശ്രീവാസ്തവ എന്ന 17 വയസ്സുകാരനിൽ നിന്നാണ്. ഈ വർഷം 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ വേദാന്തിന് ഫിസിക്സ് പരീക്ഷയിൽ പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചത്. സംശയം തോന്നിയ വേദാന്ത് തന്റെ ഉത്തരക്കടലാസിന്റെ ഫോട്ടോ കോപ്പി ലഭിക്കാൻ CBSEയുടെ റീവാല്യൂഷൻ പ്രക്രിയ വഴി അപേക്ഷിച്ചു. മെയ് 23 അവന് ആ കോപ്പി ലഭിച്ചു. എന്നാൽ ആ ഉത്തരക്കടലാസ് കണ്ട വേദാന്ത് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം CBSE അവന് നൽകിയ ആ ഫിസിക്സ് ഉത്തരക്കടലാസ് അവൻ്റേതായിരുന്നില്ല. മറ്റാരുടെ പേപ്പറാണ് വേദാന്തിന്റെ പേരിൽ അവർ അപ്ലോഡ് ചെയ്തിരുന്നത്. ഈ വലിയ അബദ്ധം ചൂണ്ടിക്കാട്ടി അവൻ എക്സിൽ ഒരു വട്ടം പോസ്റ്റ് ഇട്ടു. എന്നാൽ ഭരണകൂടത്തിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചത് അവനും കുടുംബത്തിനു നേരെ വലിയ സൈബർ ആക്രമണമാണ് ഉണ്ടായത്. അവനെ രാജ്യദ്രോഹി, പാകിസ്ഥാനി എന്ന് വിളിച്ച ചിലർ ഓൺലൈനിൽ അധിക്ഷേപിച്ചു. എന്നാൽ പുതിയ മൂല്യനിർണ്ണയ സംവിധാനത്തിന്റെ തകരാറുകൾ കാരണം വേദാന്തിന് സംഭവിച്ചത് ഒരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. പലർക്കും ഈ ദുരനുഭവം ഉണ്ടായി. വിദ്യാർത്ഥികളുടെ പരാതികൾ കൂടിയപ്പോൾ ചിലർ കാര്യങ്ങൾ സ്വന്തം കൈകളിൽ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നിസർഗ അധികാരി എന്ന 19 വയസ്സുകാരനായ സൈബർ സുരക്ഷാ ഗവേഷകനും വിദ്യാർത്ഥിയുമായ കുട്ടി ഈ സിസ്റ്റം പരിശോധിക്കുന്നത്. CBSE ഈ വർഷമാണ് 12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിനായി പുതിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് പോർട്ടൽ കൊണ്ടുവന്നത്. അധ്യാപകർക്ക് ലോഗിൻ ചെയ്ത് സ്കാൻ ചെയ്ത ഉത്തരക്കടലാസുകൾ ഓൺലൈനായി പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനമാണിത്. കഴിഞ്ഞ ഫെബ്രുവരി 25 നിസർഗ ഈ പോർട്ടലിൽ ഒരു പരിശോധന നടത്തി. അവൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഏതൊരു വിദ്യാർത്ഥിയെയും ഭയപ്പെടുത്തുന്നതാണ്. പോർട്ടലിന്റെ കോഡിൽ ഒരു ഹാർഡ് കോഡഡ് മാസ്റ്റേർഡ് പാസ്വേഡ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ യൂസർ ഐഡിയും സ്കൂൾ കോഡും. ഇവ രണ്ടും ആർക്കും എളുപ്പത്തിൽ ഇന്റർനെറ്റിൽ നിന്ന് കണ്ടുപിടിക്കാം. ഒപ്പം ഈ മാസ്റ്റർ പാസ്വേഡും ഉണ്ടെങ്കിൽ ആർക്കും ഈ സിസ്റ്റത്തിൽ കയറാം. OTP സംവിധാനം മറികടക്കാനും ഒരു എക്സാമിനറായി ലോഗിൻ ചെയ്യാനും നിസർഗയ്ക്ക് കഴിഞ്ഞു. ഈ പോർട്ടൽ കയറി ആർക്കും വിദ്യാർത്ഥികളുടെ മാർക്കുകൾ തിരുത്താനും മാറ്റങ്ങൾ വരുത്താനും കഴിയും എന്നാണ് അവൻ തെളിയിച്ചത്. ഈ ഗുരുതരമായ വീഴ്ച ഫെബ്രുവരിയിൽ തന്നെ അവൻ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിനെ അറിയിച്ചു. പരിശോധിക്കാമെന്നൊരു മറുപടി ലഭിച്ചതല്ലാതെ പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മെയ് 22 അവൻ ഈ വിവരങ്ങൾ എല്ലാം വ്യക്തമാക്കി ഒരു ബ്ലോഗ് പ്രസിദ്ധീകരിച്ചു. നിസർഗയുടെ വെളിപ്പെടുത്തലുകൾ പിന്നാലെ മെയ് 30 സാർത്ഥക് സിന്ധാദ് എന്ന 18 വയസ്സുകാരനെ മറ്റൊരു വിദ്യാർത്ഥി തന്റെ ബ്ലോഗിലൂടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടു. CBSE ഈ പുതിയ പോർട്ടൽ നിർമ്മിക്കാൻ ഹൈദരാബാദ് ആസ്ഥാനമായ കോയംപ്റ്റ് എഡ്യൂടെക് എന്ന സ്വകാര്യ കമ്പനിയാണ് ഏൽപ്പിച്ചത്. ഒരു സർക്കാർ സ്ഥാപനമായ CBSEക്ക് വെറുതെ ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. എന്നാൽ സാർത്ഥക് കണ്ടെത്തിയത് ഈ പ്രത്യേക കമ്പനി കരാർ ലഭിക്കാൻ വേണ്ടി CBSE അവരുടെ ടെൻഡർ നിയമങ്ങളിൽ മാറ്റം വരുത്തി എന്നാണ്. മുമ്പ് പരാജയപ്പെട്ടതോ കരാർ ലംഘനം നടത്തിയതോ ആയ കമ്പനികളെ ഒഴിവാക്കാനുള്ള വ്യവസ്ഥകൾ ബോർഡ് നീക്കം ചെയ്തു. സോഫ്റ്റ്വെയർ സുരക്ഷയുടെ മാനദണ്ഡമായ CMMI ലെവൽ 5 നിന്നും 3 കുറച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കുറയ്ക്കുന്നത് വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ചോരാൻ എളുപ്പത്തിൽ കാരണമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2019 തെലങ്കാന സ്റ്റേറ്റ് ബോർഡ് പരീക്ഷ വിവാദത്തിൽ ആരോപണ വിധേയരായ കമ്പനിയാണ് ഈ കോയംപറ്റ് എഡ്യൂടെക്. സ്കാനിംഗ് പിഴവ് കാരണം അന്ന് തെലങ്കാനയിലെ പല കുട്ടികൾക്കും അർഹിച്ച മാർക്ക് ലഭിച്ചിരുന്നില്ല. ആ കമ്പനിയെ തന്നെയാണ് CBSE ഇപ്പോൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയും ഏൽപ്പിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ഈ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം CBSE നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ പ്രതിഷേധം ശക്തമാവുകയും തെളിവുകൾ പുറത്തുവരികയും ചെയ്തതോടെ മെയ് 31 CBSE ഔദ്യോഗികമായി ഒരു പ്രസ്താവന ഇറക്കി. പോർട്ടലിൽ സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കാൻ വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്ന് സൈബർ സുരക്ഷാ വിദഗ്ധരുടെ ഒരു സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതിന് ഹാക്കർമാർക്ക് അവർ ഇപ്പോൾ നന്ദി പറയുന്നുമുണ്ട്. എന്നാൽ ഫെബ്രുവരി മുതൽ ഈ കുട്ടികൾ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് മുഖവിലേക്കെടുക്കാതെ എല്ലാം കൈവിട്ടു പോയപ്പോഴാണ് ബോർഡ് ഉണർന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് CBSE പോലെയുള്ള ഒരു ബോർഡിന്റെ കൈകളിൽ ഇരിക്കുന്നത്. കുട്ടികൾ രാത്രിയും പകലും ഉറക്കമൊഴിച്ച് പഠിച്ച് പരീക്ഷ എഴുതുമ്പോൾ അവരുടെ ഉത്തരക്കടലാസുകൾ സുരക്ഷിതമല്ലാത്തൊരു സിസ്റ്റത്തിൽ, അതും മുൻപ് ആരോപണങ്ങൾ നേരിട്ട ഒരു കമ്പനിയെ ഏൽപ്പിക്കുന്നത് അങ്ങേയറ്റം അനീതിയാണ്. ഈ 18 വയസ്സുകാരെ ഹാക്കർമാർ ഇല്ലായിരുന്നെങ്കിൽ ഈ വൻ വീഴ്ച നമ്മളാരും അറിയില്ലായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതിലും സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമാകേണ്ടിയിരിക്കുന്നു.